ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇത് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിന്ന് വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ അത് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും മാക്സിമം ആൾക്കാർക്ക് ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കത് ഇൻഫർമേറ്റീവ് ആയി തോന്നിയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കാൻ നിങ്ങൾ 100% ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് ക്രിപ്റ്റോപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. റീസെൻ്റിലൊക്കെ വീഡിയോകൾ കുറവാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ഫ്രീ ഏണിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രിപ്റ്റോയിൽ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ട്രെൻഡൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ട്രെൻഡ് പറ്റുക, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാം. അതുമായിരിക്കും നമുക്ക് നല്ല നല്ല ഇൻഫർമേഷൻ കൊടുക്കാൻ നോക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ക്യാബിയ കാർഡിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്വിഷ് ദ ലിമിറ്റ്ലെസ്, ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കണം. ക്യാമറ വളരെ ലോ ക്ലാരിറ്റി പറഞ്ഞാണ് ഇപ്പോൾ ഫോണിലൊക്കെ എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ഈ സൗണ്ടൊക്കെ നമുക്ക് എന്തായാലും നോക്കാം. ഇനി ഫ്യൂച്ചറിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ എന്തായാലും ടോപ്പിക്കിലേക്ക് കിടക്കാം. സ്വിഷ് ദ ലിമിറ്റ്ലെസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ആൾറെഡി തന്നെ മുമ്പ് കുറേ ഒരു 7-6 മാസം മുമ്പൊക്കെ ഞാൻ ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സമയത്ത് ആ സ്വിഷ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് കുറേ ആൾക്കാർ പൈസ പോയിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആൾക്കാരുടെ വായ മൂടാൻ വേണ്ടിയിട്ട് അവർ കുറേ ഒരു പുതിയ പദ്ധതിയായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുള്ള അപ്ഡേഷനും എന്താണ് ക്യാബിയ കാർഡ്, ഇതിൽ എന്തൊക്കെയാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ഒരു വീഡിയോയിൽ നിന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, എന്താണ് ക്യാബിയ കാർഡ്. ക്യാബിയ കാർഡ് എന്നുള്ളൊരു ഉപരി ക്രിപ്റ്റോ ഡെബിറ്റ് കാർഡ് എന്താണ്, അല്ലെങ്കിൽ ക്രിപ്റ്റോ ഉപയോഗിച്ച് നമുക്ക് എല്ലാവരെയും പർച്ചേസ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ അവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു പുതിയ സംഭവം കൊണ്ടുവന്നുള്ളത്. ഞാൻ ഇപ്പോൾ ഇവിടെ ലാപ്ടോപ്പിൽ ഞാൻ എടുക്കുന്നുണ്ട്, ആ സ്ക്രീനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവരുടെ ഫസ്റ്റ് തന്നെ പേജിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ഇൻട്രൊഡക്ഷൻ തൊട്ട് തന്നെ എന്താണ് ഇതിപ്പോൾ റിയൽ ആണോ സ്കാം ആണോ, ഈ കാർഡ് നിങ്ങൾ വാങ്ങണോ, ഈ കാർഡ് വാങ്ങിയാൽ നിങ്ങൾക്ക് എന്തൊക്കെ അപകടങ്ങളാണുള്ളത് ഇല്ലെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്, എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇവരുടെ പേജിലേക്ക് വന്നിട്ടുണ്ട്. വി ഡെലിവേർഡ് വെൽത്ത് നോട്ട് ജസ്റ്റ് പ്രോമിസസ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അവർ തുടങ്ങിയിട്ടുള്ളത്. സ്വിഷ് ഈസ് ദ നേറ്റീവ് ടോക്കൺ ഓൺ സ്വിഷ്മാർട്ട്, കണക്റ്റിംഗ് യൂസേഴ്സ് വിത്ത് 100+ ഗ്ലോബൽ ബ്രാൻഡ് ത്രൂ റിയൽ വേൾഡ് ക്രിപ്റ്റോ സ്പെൻഡിങ് എക്കോസിസ്റ്റം നൗ വിത്ത് ഡീപ്പർ റിവാർഡ് ബൈ ക്യാബിയ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്യാബിയ കാർഡും അതേപോലെ തന്നെ ഈ ഒരു സ്വിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ വളരെയധികം ഫ്യൂച്ചറിൽ വാല്യൂ കൂടാൻ പോകുന്ന ഒരു ടോക്കണാണ്. ഈ ഒരു ടോക്കൺ നിങ്ങൾ വിചാരിക്കാത്തത്ര നല്ല രീതിയിൽ വെൽത്തായി ഫ്യൂച്ചറിൽ വരും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, അവൻ്റെ പേജ് അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റൊക്കെ തുറന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ തൊട്ട് താഴോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇൻസൈറ്റ് ദാറ്റ് മൂവ് യുവർ മണി ഫോർവേഡ്. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൊത്തം ഡിജിറ്റൽ കാലമാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അവർ പറയുന്ന പോലെ അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തികൾ പറയുന്ന പോലെ തന്നെ പറയാം, ഇപ്പോൾ മൊത്തം ഡിജിറ്റൽ കാലമാണ്. നിങ്ങൾക്കിപ്പോൾ പൈസ തന്നെ നമുക്ക് മൊബൈൽ വഴി ഗൂഗിൾ പേ വഴിയും ന്യൂമറിക് നമ്പറായിട്ട് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്ന കാലമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഫ്യൂച്ചറിൽ ഫുള്ള് ക്രിപ്റ്റോ ആയിരിക്കും നമ്മുടെ ഈ ലോകത്ത് മൊത്തം എന്നുള്ള വാഗ്ദാനങ്ങളായിരിക്കും, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊക്കെ അവർ തരിക. എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വേണ്ടേ, നിങ്ങളിപ്പോൾ ഒരു പണി ചെയ്യുന്ന വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തൊക്കെ കാശ് ഉണ്ടാക്കിയാലും നിങ്ങൾക്കൊരു സേവിങ്സ് വേണ്ടേ, നിങ്ങൾക്ക് അത് കൂടുതലാവണ്ടേ, നിങ്ങൾക്ക് ഓഡീഷനാവണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഏതൊരു പ്ലാറ്റ്ഫോമും തുടങ്ങുക. അതേപോലെ തന്നെ അവൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്, വളരെയധികം ഒരു മെച്ചമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ബിൽഡ് ടു സോൾവ് ദ റിയൽ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരെ ഇവിടെ പോകുന്നത് ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്താണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. പേയ്മെൻറ്റ് റെയിൽ ഇൻ്റഗ്രേഷൻ, വിസ, മാസ്റ്റർ കാർഡ് നെറ്റ്വർക്ക്, അതേപോലെ തന്നെ ഐബിൻ ക്യാപ്പബിലിറ്റീസ്, അതേപോലെ തന്നെ ഹൈ ത്രൂ ഔട്ട് ലോ ഫീസസ് എന്നുള്ള കാര്യം. എന്താണെന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോയിലൊക്കെ ബ്ലോക്ക് ചെയിൻ ആണ്, ആർക്കും പറ്റിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടെങ്കിലും ഇവിടെ ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഫീസ് വളരെയധികം കുറവാണ്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നല്ലതൊക്കെ അവൻ്റെ ഫീച്ചറിങ് ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രൂ ആയിട്ടുള്ള കളറൊക്കെ ഞാൻ കുറച്ച് കണ്ടിട്ട് പറഞ്ഞുതരാം. അപ്പോൾ 1 എക്കോസിസ്റ്റം 5 സ്റ്റെപ്പ്, ഏൺ, ഷോപ്പ്, സ്പെൻഡ്, റിവാർഡഡ്, ഗ്രോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എത്രത്തോളം ട്രാൻസാക്ഷൻ ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് റിവാർഡ് കിട്ടും, ക്യാഷ് ബാക്ക് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ ഷോപ്പ്, സ്പെൻഡ്, ഏൺ എന്നുള്ളൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ക്യാബിയ എന്ന് പറഞ്ഞിട്ടുള്ള കാർഡിൻ്റെ ഇത് വരുന്നത്. ക്യാബിയ ഗിവ്സ് സ്വിഷ് യൂസേഴ്സ് ഡയറക്റ്റ് ആക്സസ് ടു ക്യാഷ് ബാക്ക് ആൻഡ് സ്പെൻഡിങ് റിവാർഡ്. എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാബിയ കാർഡ് എടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് ഏത് ഷോപ്പിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ നിങ്ങൾ FTയിൽ യൂസ് ചെയ്യുന്ന ഇപ്പോൾ കൊട്ടക് ആയിക്കോട്ടെ, HDFC ആയിക്കോട്ടെ, ബാങ്കിൽ നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡ് വേണം, ഇല്ലെങ്കിൽ ഒരു ഡെബിറ്റ് കാർഡ് വേണം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ ആ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വലിക്കാൻ പറ്റും. സെയിം മെത്തേഡാണ്. നിങ്ങൾ ഇതിൽ പൈസ ഇട്ടെന്ന് പറഞ്ഞാൽ ആ പൈസ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതിൽ കുറേ ക്യാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾക്ക് ബാങ്കിൽ വഴി തന്നെ ചെയ്യാം. അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങളും ഇവരെന്താണ് ഇവിടെ ഗുണം എന്നുള്ളൊരു കാര്യവും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ ഷോപ്പിംഗ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ വരുമ്പോൾ ഡൗറി ഒന്നും ചോദിക്കുന്നില്ല. അപ്പോൾ മക്കൾക്ക് എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ക്യാബിയ കാർഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ്
രീതിയിലാണ് അവർ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത്. ബിൽഡ് ഓൺ വെരിഫൈഡ് ട്രൂത്ത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് സ്വിഷ് കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കണിൻ്റെ എണ്ണവും സർക്കുലേറ്റിംഗ് സപ്ലൈയും അതേപോലെ തന്നെ ഇത് ഏത് നെറ്റ്വർക്കിലാണ് അല്ലെങ്കിൽ ഏത് സ്റ്റാൻഡേർഡിലാണ് വന്നിട്ടുള്ള കാര്യം, അതേപോലെ തന്നെ ഇതാരാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാബിയ പ്രൊവൈഡർ എന്ന് പറയുന്നത് അത് സാവിക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ്. സാവിക് എന്ന് പറഞ്ഞാൽ ആൾറെഡി തന്നെ ഉടായ്പാണ്. എന്താണെന്ന് പറഞ്ഞാൽ അനീഷ്മാൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിൽ കിടക്കുന്നുണ്ട്, മലയാളീസ് കിടക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ലീഡേഴ്സാണ് ഇവർ. അപ്പോൾ ഇവരൊരു വെളിയിലുള്ളൊരു കമ്പനി ആണെങ്കിലും ഈ ഒരു ലീഡേഴ്സ് ഉപകാരിയാണ് നിങ്ങളുള്ള കുറേ മലയാളീസ് നാട്ടുകാരൊക്കെ ഇത് അറിയുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിലൊക്കെ ഞാൻ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇട്ടിട്ടാണ്. അപ്പോൾ 2018 വന്നിട്ടുള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ മേജറായിട്ട് ഞാനിപ്പോൾ ഒരു പ്രൊജക്റ്റ് നോക്കുകയാണ്, ഇല്ലെങ്കിൽ നല്ല രീതിയിൽ ഗ്രോത്ത് ആവുന്ന പ്രൊജക്റ്റ് ആണെങ്കിൽ 2018 വന്ന പ്രൊജക്റ്റാണ്. അപ്പോൾ ഇതൊരു എല്ലാ ആളുകൾക്കും എത്തിച്ചേരണം, ഇതിൽ ഒരുപാട് നല്ല വാല്യൂ വരണം, ഒരുപാട് ആൾക്കാർക്ക് ഗുണങ്ങൾ ഉണ്ടാവണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇത് പബ്ലിക്കായിട്ട് ഈ ഒരു ടോക്കൺ വരണം. അപ്പോൾ എല്ലാവരും ബിറ്റ് കോയിൻ ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ബിറ്റ് കോയിനും ഇങ്ങനെയുള്ള ടോക്കണുകൾ ഒരിക്കലും നിങ്ങൾക്ക് കമ്പയർ ചെയ്യരുത്. ബിറ്റ് കോയിന് ഒരു ഓണർ ഇല്ല, അല്ലെങ്കിൽ ഒരു ഓതറൈസേഷൻ പറയുന്നവരും അതിനൊരു ഓണർ ഇല്ല, അങ്ങനെയുള്ളൊരു കാര്യം ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഉണ്ടാക്കുന്ന വാലറ്റ്, ഇങ്ങനെ ഉണ്ടാക്കുന്ന ടോക്കണുകൾക്ക് എല്ലാവർക്കും ഒരു ഓണർ ഉണ്ട്. അപ്പോൾ ഈ സ്വിഷ് കോയിൻ എന്ന് പറയുന്ന ഈ ഒരു ടോക്കൺ ഉണ്ടാക്കിയ ആളുണ്ടാവും, അയാളുടെ കയ്യിലായിരിക്കും കൂടുതൽ ഹോൾഡിംഗ് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 2018 വന്ന ഈ ഒരു ടോക്കൺ മേജർ ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞാലും കൂടുതൽ ആൾക്കാർക്ക് എന്താണ് അതൊന്നും ഒരു വലിയ കാര്യമല്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതും അതേപോലെ തന്നെ മോസ്റ്റ്ലി ട്രസ്റ്റഡ് ആയിട്ടുള്ള കോയിനുകളൊക്കെയാണ് ഈ ഒരു എക്സ്ചേഞ്ചിലും, അതേപോലെ ഇത്രത്തോളം ഫണ്ട് അവിടെ ലിക്വിഡിറ്റി കൊടുത്താലാണ് ഇനി വലിയ എക്സ്ചേഞ്ചുകളിലൊക്കെ നല്ല പ്രൊജക്റ്റ് ആയിട്ടുള്ള ടോക്കണൊക്കെ എന്താവുള്ളൂ അവിടെ ലിസ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കുക. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൽ സ്വിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോയിൻ ഇല്ലെങ്കിൽ ടോക്കൺ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, ടോക്കൺ ഏതൊരു എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ആയിട്ടില്ല. ഏതൊരു എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ സൺസ്വാപ്പിൽ മാത്രം ഇതെന്താണ് നമുക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റും. അവിടെയാണ് അങ്ങനെയുള്ള ആ ഒരു സൺസ്വാപ്പിൽ ഇത് ട്രോൺ ബ്ലോക്ക് ചെയിൻ ആയത് കാരണം നമുക്ക് അവിടെ ലിക്വിഡിറ്റി ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ സൺസ്വാപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ സൺസ്വാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മേജർ ആയിട്ടുള്ള ഒരു ഏറ്റവും വലുതായിട്ടുള്ള ഒരു എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ DEXോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്നിൻ്റെ കോൺട്രാക്റ്റ് അഡ്രസ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ കോൺട്രാക്റ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോൺട്രാക്റ്റ് അഡ്രസ്സ് വെച്ച് നിങ്ങൾക്ക് എവിടെ സെർച്ച് ചെയ്താലും ഇല്ലെങ്കിൽ DEX ആയിക്കോട്ടെ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമിൽ സെർച്ച് ചെയ്താൽ ഇത് എത്രത്തോളം സപ്ലൈ ഉണ്ട്, ലാസ്റ്റ് എത്രത്തോളം ട്രാൻസാക്ഷൻ ചെയ്തു, ആരൊക്കെയാണ് കൂടുതൽ ഹോൾഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത് ട്രോൺ നെറ്റ്വർക്ക് ആയതുകൊണ്ട് നമുക്ക് ട്രോൺ സ്കാനിൽ ഇത് എന്ത് ചെയ്യാം, സ്കാൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഇത്തിരി അപ്ഡേറ്റ് ആയിട്ട് പറയുന്നു എന്നുള്ളൊരു കാര്യം. അപ്പോൾ ടോട്ടൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ഒരു 100 കോടി അല്ലെങ്കിൽ 100 മില്യൺ അവിടെ കിടക്കുന്നുണ്ട്. അതിന് തൊട്ട് താഴെ എന്ന് പറഞ്ഞാൽ സർക്കുലേറ്റിംഗ് സപ്ലൈയും നമുക്ക് മാർക്കറ്റിലേക്ക് അതെന്തായാലും എല്ലാ സപ്ലൈ ഇറങ്ങുന്ന അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എല്ലാ സപ്ലൈ ഇറങ്ങുന്ന സമയത്തൊക്കെ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, പെടും, അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ നിങ്ങൾ പെടും. അപ്പോൾ അത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അവർ ഇവിടെ എത്രത്തോളം ആൾക്കാരുടെ ഹോൾഡിങ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മേജറായിട്ട് 58.2382% ആരുടെയിലാണ് ഒരു വാലറ്റിൽ ഇവിടെ ഹോൾഡിംഗ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ 40% ഹോൾഡിംഗ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 പേരായിരിക്കും ഇതിൻ്റെ ഓണർ. അപ്പോൾ ബാക്കി താഴെയുള്ള ടോക്കൺസ് ഇപ്പോൾ ഈ കണ്ടില്ലേ 0.1541 എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് പെർസെൻറ്റേജ് ഉള്ള ടോക്കൺസ് ആയിരിക്കും നിങ്ങളുടെ കയ്യിലൊക്കെ ഉള്ളത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ മേജർ ഹോൾഡിംഗ് ആരുടെയിലാണ്. ഇപ്പോൾ ഞാനാണെങ്കിൽ ടോക്കൺ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് 58%, 100-58% എൻ്റെയും എൻ്റെ കൂട്ടുകാരൻ്റെയിലാണ്. അപ്പോൾ നിങ്ങളുടെ പൈസയൊക്കെ ആർക്കാണ്? എൻ്റെ ഇങ്ങനെ നിങ്ങൾക്ക് ഇതിൽ പൈസ ഇടുമ്പോൾ ഈ ഒരു കോയിൻ്റെ വാല്യൂ കൂടുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ വാലറ്റുള്ള പൈസ അങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുക. എനിക്ക് നല്ല സന്തോഷമാണ്. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും പറ്റിക്കും. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൽ മേജറായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്യാബിയ കാർഡ് എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് 4-5 പ്ലാൻ കിടക്കുന്നുണ്ടാവും. ഇപ്പോൾ അവരിപ്പോൾ 1 ലക്ഷം ആയിക്കോട്ടെ അല്ലെങ്കിൽ 2 ലക്ഷം ആയിക്കോട്ടെ 6 ലക്ഷങ്ങളായിക്കോട്ടെ ആ ഒരു രീതിയിലൊക്കെ നിങ്ങളൊരു കാർഡ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു പൈസയ്ക്ക് നിങ്ങൾ പൈസയായിട്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യല്ല ചെയ്യുന്നത്. ഇവിടെ KYC വേണ്ട. ബാങ്ക് അക്കൗണ്ടിൽ എടുക്കുകയാണെങ്കിൽ കൂടി നമുക്കിപ്പോൾ ലീഗലായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് അവിടെ KYC വേണം, നമ്മുടെ ഡീറ്റെയിൽ കൊടുക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ക്യാബിയ കാർഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് നിങ്ങൾക്ക് ഒരു കാര്യങ്ങളില്ല, പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാർഡ് കിട്ടും. അപ്പോൾ ഈ ഒരു കാർഡിൽ നമ്മളിപ്പോൾ ഒരു 6 ലക്ഷം രൂപ കാർഡ് എടുക്കുകയാണെങ്കിൽ 6 ലക്ഷം രൂപ പൈസ ആയിട്ടില്ല ഇടുന്നത്. ഇവർ പറയുന്ന ഏറ്റവും വലിയ കാര്യം ഇല്ലെങ്കിൽ സ്കാം ചെയ്യാൻ പറ്റുന്ന ഇല്ലെങ്കിൽ ഒരു ഓപ്ഷൻ അവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം സ്വിച്ച് ടോക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ നിങ്ങൾ വാങ്ങി ഇവിടെ സ്റ്റേക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ 1 വർഷത്തിന് സ്റ്റേക്ക് ചെയ്താൽ എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു ഡെയിലി ഏണിംഗ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ എത്രത്തോളം ട്രാൻസാക്ഷൻ ചെയ്യുന്നു അതിൻ്റെയൊക്കെ ക്യാഷ് ബാക്ക് ആണ് നിങ്ങൾക്ക് തരിക എന്നുള്ള കാര്യമാണ് അവർ പറയുക. അപ്പോൾ ഇതിനിങ്ങനെ വാല്യൂ കൂടിക്കൊണ്ട് വരികയാണ്. എന്തുകൊണ്ടാണ് കൂടുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ടോക്കൺ വെളിയിലുള്ള ആരും എന്ത് ചെയ്യുന്നില്ല, ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ബൈയോ സെല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യില്ല. ഈ കമ്മ്യൂണിറ്റിയിൽ ചേരുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇതിൽ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവർ മാത്രമായിരിക്കും ഇതിൽ എന്ത് ചെയ്യുക, ബൈ ചെയ്യാനും സെല് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഓരോരോ ആൾക്കാരും ഇത് ബൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ ക്യാബിയ കാർഡിൻ്റെ പ്രൊമോഷനാണ്. നിങ്ങൾ ആലോചിക്കണം എത്രത്തോളം പ്രൊമോഷനാണ് ഇവർ ചെയ്യുന്നത്. ഒരുപാട്
പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ ഏതാണ് റീസെൻറ്റ് പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് എത്തിക്കുക എന്നുള്ള രീതിയിൽ റീസെൻ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലുള്ള ഓരോ ആൾക്കാരും ഈ കമ്പനി കണ്ടുപിടിച്ച ആൾക്കാരൊന്നുമല്ല, അവരൊക്കെ ഇതിന് മേലെയുള്ള ലീഡേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ലീഡേഴ്സ് ഈ ഒരു MLM സ്കീം പോലെ തന്നെ ലീഡേഴ്സ് തൊട്ട് താഴെയുള്ള ആളോട് ഈ ഒരു കാർഡ് എടുത്തെന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ സ്വിച്ച് കോയിനിൽ ലോഗിൻ ചെയ്യണം എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു റെഫറൽ കോഡ് വെച്ചിട്ട് ഇല്ലെങ്കിൽ ഇവർ റെഫർ ചെയ്താൽ മാത്രമാണ് അവിടെ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ഒന്നുമല്ല. ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും ഇതിൽ ചേരാൻ വരുന്ന ആൾക്കാർക്ക് മാത്രം, നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇതിൽ ചേരാൻ വരുന്ന ആൾക്കാർക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ പ്ലാന് ഫസ്റ്റ് തന്നെ പൈസ ഇട്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ഒരു കാർഡ് നിങ്ങൾ വാങ്ങി ഇത് സ്റ്റേക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരു വർഷത്തിന് വെച്ചു. അപ്പോൾ ഈ ഒരു ടോക്കണിൻ്റെ വാല്യൂ നിർണ്ണയിക്കുന്ന ആരാണ്? ഞാൻ പറഞ്ഞു ഇതിൽ പബ്ലിക്കായിട്ട് ഒരാളും ഇല്ല, ഈ കമ്മ്യൂണിറ്റിയും അതേപോലെ തന്നെ ഞാൻ ഓണർ മാത്രമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ വാല്യൂ ഒക്കെ തീരുമാനിക്കാൻ പറ്റിയ ആൾ. അപ്പോൾ ഇതിൻ്റെ ചാർട്ടൊക്കെ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ ബിനാൻസ് വാലറ്റിൽ നിങ്ങൾക്ക് ചാർട്ട് കാണാൻ പറ്റും. എപ്പോൾ ഇങ്ങനെ ഒറ്റ മേലെ പോയിട്ടുണ്ടാവും, ഒരു വർഷത്തെ ചാർട്ട് എടുക്കുക, അല്ലാതെ 5 മിനിറ്റോ 6 മിനിറ്റോ ചാർട്ടല്ല എടുക്കേണ്ടത്. നേരെ മേലെ പോയിട്ടുണ്ടാവും, എപ്പോഴും ഇങ്ങനെ മേലെ പോയിക്കൊണ്ട് മാത്രമേ ഇരിക്കുന്നുണ്ടാവുള്ളൂ. ഇതിനൊരു താഴ്ച ഉണ്ടാവില്ല. എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ കമ്പനിക്ക് നിങ്ങളെ സ്കാം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന ലാഭം ടാർഗറ്റ് എത്തും മാത്രമാണ് അവരെന്ത് ചെയ്യുള്ളൂ, നിങ്ങളെയൊക്കെ സ്കാം ചെയ്യുള്ളൂ. നിങ്ങളിപ്പോൾ ഇതിൽ 6 ലക്ഷം രൂപ ഇട്ടു, 6 ലക്ഷം ഒരു വർഷത്തിനാണ് ഇട്ടത്. ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ ടോക്കണിൻ്റെ വാല്യൂ കുറഞ്ഞു. നിങ്ങളിപ്പോൾ ഒരു 10 രൂപയ്ക്ക് ഒരു ഇത് വാങ്ങി, ഈ 10 രൂപ ഒരു 10 രൂപയ്ക്ക് ഒരു ടോക്കൺ വാങ്ങിയിട്ട് അടുത്ത ആഴ്ച ഈ ടോക്കണ് 6 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? 1000 പൈസയാണ് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ താഴെ ചേരുന്ന ആൾക്കാരുടെ പൈസയൊക്കെ, അല്ലാതെ നിങ്ങൾ വാങ്ങുന്ന ടോക്കൺ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ കയറിക്കൊണ്ട് ഈ വാല്യൂ കൂടുക എന്നല്ലാതെ ഇത് ട്രാൻസാക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പൈസ ഇപ്പോൾ എങ്ങനെയാണ് പറയുക, 10 രൂപ ടോക്കൺ വാങ്ങിയെന്ന് പറഞ്ഞാൽ അതിന് വാല്യൂ കുറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൈസ അവിടെ പോയി, അത് നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് എത്തിക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ക്യാഷ് ബാക്ക്. 80%, 90% ഒക്കെ ആരാണ് ക്യാഷ് ബാക്ക് കൊടുക്കുക? നിങ്ങൾക്ക് ബാങ്കിൽ പൈസ ഇട്ട് അത്ര പൈസ കിട്ടും? ഒരിക്കലും കിട്ടില്ല. അതേപോലെ തന്നെ ഇതിന് KYC അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ലീഗലായിട്ട് നമുക്കിവിടെ ഒന്നും ചെയ്യാനും പറ്റില്ല. ആൾറെഡി ഇത് പറ്റിച്ചു പോയി. ലാസ്റ്റ് ഒരു സമയം എത്തുമ്പോൾ ഇവർ എന്ത് ചെയ്യും, ഈ ഒരു ടോക്കൺ നിങ്ങൾ സ്റ്റേക്ക് ചെയ്ത ടോക്കൺ ഉണ്ടാവുമല്ലോ, ആ ഒരു ടോക്കണിൻ്റെ വാല്യൂ വളരെയധികം കുറയ്ക്കാൻ ആർക്ക് പറ്റും? എനിക്ക് പറ്റും. എന്താണെന്ന് പറഞ്ഞാൽ 58% ടോക്കണും എൻ്റെ കയ്യിലാണ് കിടക്കുന്നത്. ഇതിലൊരു 10% വിറ്റാൽ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത പൈസയൊക്കെ വളരെയധികം കുറയാനുള്ള എത്രത്തോളം ചാൻസ് ഉണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളിലൊന്നും ഒരിക്കലും ഇങ്ങനെ സ്റ്റേക്കിംഗ് പ്ലാറ്റ്ഫോം ഇങ്ങനെയായിട്ടുള്ള ഒരുപാട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം തരുന്ന, ഇല്ലെങ്കിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ ഇത് തരുന്ന, ഇല്ലെങ്കിൽ ഒരുപാട് കോടീശ്വരനാവാം, കാറ് വാങ്ങാം, ബൈക്ക് വാങ്ങാം, അങ്ങനെ വാങ്ങാൻ പറയുന്ന ഒരു പ്രൊജക്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യരുത്. എന്താണെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുമ്പോൾ ഓരോ പ്രൊമോട്ടേഴ്സും ഓരോ ആൾക്കാരുടെ കാശ് എടുത്തിട്ട് നല്ല രീതിയിൽ വാങ്ങാൻ പറ്റും. എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ താഴെ 100 പേര് ചേർന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രത്തോളം പൈസയാണ് കിട്ടുക. അപ്പോൾ ഞാനൊരു ലീഡറാണ്, ഞാൻ ഇപ്പോൾ ഇതിൻ്റെ കമ്പനിയിലെ മുതലാളിയും കൂടെ അല്ല, ഞാനൊരു ലീഡറാണെങ്കിൽ എൻ്റെ താഴെ ചേർത്ത് എനിക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ്, മേലെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റും. ഞാൻ അതിൽ പൈസ ഇട്ടില്ലെങ്കിലും മേലെയുള്ള ആൾക്കാരുടെ പിന്നെ കമ്മീഷൻ കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങാൻ പറ്റും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ക്യാബിയ കാർഡ് സ്കാം ആണോ എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നവരോട്, ക്യാബിയ കാർഡിൽ നിങ്ങൾ എന്തായാലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് ചെയ്യുക. FD കാർഡ് പോലെയാണ്. ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് സ്റ്റേക്ക് ചെയ്യാനാണ് അവർ പറയുന്നത്. ഇത്രത്തോളം സ്വിച്ച് കോയിൻ നിങ്ങളെ കൊണ്ട് വാങ്ങാനാണ് പറയുന്നത്. അത് 1 വർഷത്തിനും 2 വർഷത്തിനും ആക്കിയെന്ന് പറഞ്ഞാൽ പ്രീമിയം മെമ്പർഷിപ്പ് 2 അതേപോലെ തന്നെ മെമ്പർഷിപ്പും ഇതിൻ്റെ ക്യാഷ് ബാക്ക് കൂടുതലും കിട്ടും. എത്രത്തോളം കൂടുതൽ കാലം നിങ്ങൾ ഇടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യാഷ് ബാക്ക് കൂടുതൽ കിട്ടും. ഓരോ ട്രാൻസാക്ഷനും നിങ്ങൾക്ക് എത്രത്തോളം ക്യാഷ് ബാക്ക് കിട്ടും. അങ്ങനെയുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ, ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഏതൊരു കാർഡ് ഉപയോഗിച്ചാലും നിങ്ങൾക്ക് അത്രത്തോളം ആനുകൂല്യം കിട്ടില്ല. എന്താണെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 6 മാസം ഇല്ലെങ്കിൽ 3 മാസം ഇത്രത്തോളം പ്രൊമോഷൻ ചെയ്ത, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരോട് നല്ലത് പറഞ്ഞാൽ മാത്രമാണ്. ഇതിൻ്റെ താഴെ ഇതൊക്കെ കേട്ടിട്ട് ആക്രാന്തം എന്നുള്ളൊരു കാര്യമൊന്നും പറയില്ല, ക്യൂരിയോസിറ്റി എന്ന് പറയില്ല, രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്, മലയാളികളാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇവർ അതിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ കമ്പനിയാണ് അല്ലെങ്കിൽ സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണെങ്കിൽ എനിക്കിതിനൊരു ടാർഗറ്റ് ആയെന്ന് പറഞ്ഞാൽ ഈ കോയിൻ്റെ വാല്യൂ ടകാന്ന് കുറച്ചിട്ട് ഈ ഒരു വാല്യൂ ഇപ്പോൾ അവർക്ക് ആ പൈസയൊക്കെ ആരെടുക്കുക, തീർച്ചയായിട്ടും ഈ ഒരു വാലറ്റ് അല്ലെങ്കിൽ ഇൻസൈഡർ വാലറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയ ആളായിക്കോട്ടെ, ആളുകൾ പോകും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം മാക്സിമം ആയിട്ട് ഞാൻ പറയുന്നത് നിങ്ങളുടെ പൈസയാണ്, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ക്യാബിയ കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ഈ ഒരു പ്രൊമോഷണൽ വീഡിയോകൾ കണ്ടിട്ടും അതേപോലെ തന്നെ ഒരുപാട് നമ്മൾ പെട്ടെന്ന് കണ്ണ് അന്തളിപ്പിക്കുന്ന കാറും ബൈക്കൊക്കെ കണ്ടിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിലൊന്നും പോയി പെടരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണെന്ന് പറഞ്ഞാൽ ആൾറെഡി കുറേ പേര് പെട്ടിട്ടുണ്ടാവും. കഴിഞ്ഞപ്പോൾ ഇത് കഴിഞ്ഞ് നിങ്ങൾ എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്കൊന്ന് ഇത് റിട്ടേൺ ആവുമ്പോഴും ഇല്ലെങ്കിൽ ക്യാഷ് ബാക്ക് കിട്ടാനാവുമ്പോഴും നിങ്ങളുടെ പൈസ പോയി എന്നാവുമ്പോഴൊക്കെ ആയിരിക്കും അവർ പുതിയൊരു സംഭവം കൊണ്ടുവരിക, വീണ്ടും ആൾക്കാരെ കൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പേര് മാറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീണ്ടും അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. അപ്പോൾ പൈസ പോയവർ പോയിക്കൊണ്ടിരിക്കുക മാത്രമേ ഉള്ളൂ.
ആദ്യം ചേർന്നിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും നല്ല രീതിയിൽ നല്ലൊരു പൈസ കിട്ടും. എന്താണെന്ന് പറഞ്ഞാൽ അത് 4 പേരുടെ അടുത്ത് പറയാനുള്ളൂ. അപ്പോൾ ആ രീതിയിൽ അവർ തീർച്ചയായിട്ടും ചെയ്യും. അപ്പോൾ അങ്ങനെ ചേരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഗുണം കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ചിലപ്പോൾ താഴെ ഒന്ന് പറയാം അവൻ്റെ പൈസ ആൾറെഡി ഇട്ടത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സന്തോഷിക്കാം. കിട്ടിയിട്ടില്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഒരു 6 മാസം അങ്ങനെയുള്ള രീതിയിലെത്തിയെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം പൊളിഞ്ഞു പോയിട്ട് അവർ പുതിയ പദ്ധതിയും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് കൊണ്ടുവരും. അപ്പോൾ സ്റ്റേക്ക് ചെയ്യുന്ന ടോക്കണിൻ്റെ വാല്യൂ അവർക്ക് കുറയ്ക്കാനുള്ള അധികാരം അവർക്ക് ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ തന്നെ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനോ ഒരുപാട് ആക്രാന്തം കാണിക്കാനോ നിൽക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആൾറെഡി ഒരു മാക്സിമം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതലായിട്ട് ഇതിൽ ടാർഗറ്റ് ചെയ്യുന്നത് എപ്പോഴും ഒരു നല്ല രീതിയിൽ പണിക്ക് പോയി കുറച്ച് പൈസയ്ക്ക് കയ്യിലുള്ള ആൾക്കാരായിരിക്കും. എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആയിരിക്കും ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള പൈസ ഉണ്ടാവുള്ളൂ. 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ഒക്കെയാണ് ഇതിൻ്റെ ഏറ്റവും ഒരു സ്റ്റാർട്ടിംഗ് പ്ലാനൊക്കെ പറയുന്നത്. സിഷ്കോയിനിൽ ചേരാൻ വെറും ഒരു 8000 രൂപ മതി എന്നുള്ളൊരു കാര്യം ഞാൻ കണ്ടു. ഇല്ലെങ്കിൽ $100 ഇപ്പോൾ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സിഷ്കോയിനിൽ ചേരാം. ഈ കാർഡ് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം മെമ്പർഷിപ്പ് ഇത് സ്റ്റേക്ക് ചെയ്യണം. സ്റ്റേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇത് അവിടെ ലോക്കായി കിടക്കുകയാണ്. ഇത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയുന്നത്. സ്റ്റേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇത് അവിടെ ലോക്കായി കിടക്കുകയാണ്. ഇത് ഇത്രത്തോളം കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു കാര്യം. നമ്മളിപ്പോൾ പൈസയൊക്കെ ബാങ്കിൽ കൊണ്ടിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടില്ലേ, അതേപോലെ ഈ കോയിൻ വാങ്ങി അവിടെ ഇടുന്നു, നമുക്ക് എന്ത് ചെയ്യുന്നു, അതിന് ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേ പൈസ ആകുമ്പോൾ അതിൻ്റെ മൂല്യം മാറുന്നില്ല. ഇങ്ങനെയുള്ള ക്രിപ്റ്റോ കോയിൻ ആകുമ്പോൾ ഇതിൻ്റെ മൂല്യം എപ്പോൾ വേണമെങ്കിൽ മാറാൻ പറ്റും. നമ്മുടെ താഴെയുള്ള ഇതിലിപ്പോൾ ആരും വെളിയിൽ നിന്നൊന്നും നിങ്ങളെ വന്ന് പറ്റിക്കാൻ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ അവിടെ ഇല്ല. ഇവിടെ നിങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്പനി മാത്രമാണ് കമ്പനിയിലെ ആൾക്കാർ മാത്രമാണ് നിങ്ങളെ പറ്റിക്കുള്ളൂ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഹോൾഡിങ്സ് ഓഫ് ടോക്കൺ ഉള്ളത് ഈ 2 വാലറ്റിലാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇനിയും നിങ്ങൾ പൈസയൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. ആൾറെഡി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിന് എന്നെ ഭയങ്കര എതിരാണ്. ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഇത് ഞാൻ കണ്ടിട്ട് ഒരു 4-5 പേരെങ്കിലും ഇതിൽ നല്ല രീതിയിൽ പൈസ കളയാതെ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും എന്നെ ആലോചിച്ചിട്ട് ഗുണം കിട്ടിയെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ക്രിപ്റ്റോ ഈവൻ്റെ പുതിയ എന്താ കാര്യങ്ങളായെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.